ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മിനി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. കറിക്കിന്ന് കേരമീനായിരുന്നു കിട്ടിയത്. അപ്പോൾ കേരമീൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കാൻ വേണ്ടി കവറിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ്. പൊരിക്കാനായിട്ട് കടലിൽ തന്നെ ചെമ്പല്ലിയാണ്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ഈ മീൻ മേടിക്കുന്നത്. ഫ്രൈ ചെയ്യാൻ അതാണ് എടുത്തത്. കറി വെക്കാനായിട്ട് കേരമീൻ കറി വെക്കാമെന്ന് ഓർത്ത് ഇത് ഫ്രൈ ചെയ്യാമെന്ന് ഓർത്ത്. ആവശ്യത്തിന് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഒലിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം കൊച്ചുള്ളി അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുക്കണം. കറിവേപ്പിലയായിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും ഒരുവിധം ഒരു ഇച്ചിരി വഴന്ന് വരുമ്പോഴത്തേനും നന്നായിട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ കൊച്ചുള്ളി അങ്ങ് ഇട്ട് ഒന്നുകൂടെ അതിട്ട് വഴറ്റി വരുമ്പോഴത്തേനും നമ്മൾ തക്കാളി, പച്ചമുളക് അതും കൂടെ ഇട്ട് വഴറ്റണം. വരുമ്പോഴത്തേനും ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കുടംപുളി ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ഫിഷ് മസാല ഇത് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി വഴന്ന് വരുമ്പോഴത്തേനുമാണ് നമ്മൾ ഈ പൊടികളെല്ലാം ഈ വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി എല്ലാം ചേർത്ത് വഴന്ന് വരുമ്പോഴത്തേനുമാണ് ഈ മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റേണ്ടത്. അതും വഴന്ന് വരുമ്പോൾ എണ്ണ തെളിയുന്ന വിധത്തിലാകുമ്പോഴത്തേനും ചെറു ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് യോജിപ്പിക്കുമ്പോഴത്തേനും പിന്നെ തിള വരും ഇതേപോലെ. എന്നിട്ട് തിള വന്നതിന് ശേഷം മീനങ്ങിട്ട് ഇതായി വരുമ്പോഴത്തേനും അത് പറ്റി വരുമ്പോഴത്തേനും ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇച്ചിരി പൊഴിക്കണം. പിന്നെ നെക്സ്റ്റ് മീൻ പൊരിക്കാൻ വേണ്ടി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലോട്ട് ഞാൻ എടുത്ത് വെച്ച് പിന്നെ മോര് കറിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്കയും പച്ചമുളകും കൂടി ഇതാക്കി തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് കുക്കറിലോട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ജസ്റ്റ് ഇങ്ങനെ 2 വിസിൽ അടിക്കുന്ന വരെ ഇതാക്കി അത് വേവിക്കാനായിട്ട് വെച്ച്. അത് വെച്ചതിന് ശേഷം ഇച്ചിരി തേങ്ങായും എടുത്ത് ജീരകമൊക്കെ എടുത്തിട്ട് വെളുത്തുള്ളി, കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ട് അരപ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കാണിക്കാൻ മറന്നുപോയി. പിന്നെ പൊടിയമ്പയർ, അച്ചിങ്ങാപ്പയർ അങ്ങനെയൊക്കെ പറയുന്ന ആ പയർ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് കടുക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അത് അങ്ങോട്ടിട്ട് വഴന്ന് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് അരപ്പ് വേണ്ടി തേങ്ങയും, കൊച്ചുള്ളിയും, വെളുത്തുള്ളിയും, പച്ചമുളകും കൂടെ ഇട്ട് ചാലിച്ച് വരുമ്പം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി സമയമായി. ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് പിന്നെ മോര് കറിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ അരച്ച് വെച്ച അരപ്പെല്ലാം കൂടി വറവിട്ട ശേഷം ജസ്റ്റ് യോജിപ്പിച്ച് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.